ചേട്ടാ ഈ പ്രായത്തില് കഴിച്ച കൂമ്പ് പാടൂട്ടാ. അതുള്ളവർക്ക് വാടും. ഒരു വൈഞ്ചി. താൻ കുടിച്ച ബ്രാൻഡിന്റെ പേരറിയോ തനിക്ക്? ആ പേരറിഞ്ഞിരുന്നുവെങ്കിൽ ഇത് അങ്ങോട്ട് കൊടുത്തിട്ട് ഇവൻ കുടിച്ച ബ്രാൻഡ് മേടിക്കായിരുന്നു. ഇവന്റെ കിടപ്പ് കണ്ടിട്ട് കൊതിയാവുക. ബാക്കിയോട് ഇതാ ബാക്കി കാശ്. സൽസക്കൊക്കെ ഇത്രയും റേറ്റ് ആയോ? നാളെ മുതൽ കരിയായിൽ വാങ്ങിയാ മതി. എവിടേക്കാ പോന്നെ? ഞാൻ ഒറ്റ പേടിക്കണ്ടല്ലോ, രൂപ എനിക്ക് കിട്ടി. എവിടുന്ന്? ഞാൻ ഇയാളുടെ വീട്ടിൽ കിടന്ന് ബഹളം വെച്ചു. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്ന് എനിക്ക് കാശ് മുഴുവനും തന്നു. ദൈവമേ, അളിയനായിരിക്കും. നീ ബഹളം വെക്കുന്നത് വേറെ ആരെങ്കിലും കണ്ട? പിന്നെ അയൽക്കാരെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കാശ് കിട്ടിയപ്പോഴാ ഞാൻ തെരുവിളി നിർത്തിയേ. രൂപ എന്തിനാണെന്ന് ചോദിച്ചില്ലേ? ഞാനൊന്നും പറയാൻ പോയില്ല. പക്ഷേ അയാൾക്ക് എന്തോ തെറ്റിദ്ധാരണയുണ്ട്. എന്നാ നിനക്ക് വണ്ടി ഇടിച്ച കേസാണെന്ന് പറയാൻ പാടില്ലായിരുന്നോ? ഞാൻ അതും കൂടി തെളിച്ച് പറയാനൊന്നും പോയില്ല. ഞാനിനി എന്റെ വീട്ടുകാരുടെ മുഖത്ത് തൽക്കാലം നീ കുറച്ചു നാളത്തേക്ക് നിന്റെ വീട്ടുകാരുടെ മുഖത്ത് നോക്കണ്ട. ഒരു കടം വീട്ടിൽ നിന്ന് ഓർത്ത് സമാധാനിക്ക്. അല്ല പെങ്ങളെ, എന്തിനു ഇവിടെ വന്നേ? ഞാനൊരു ഹാഫ് വാങ്ങാൻ വന്നതാ. എന്റെ ഈശ്വര, പെണ്ണുങ്ങളും കൂടി ഇറങ്ങി കഴിഞ്ഞാ പിന്നെ ഈ സാധനം കിട്ടാണ്ടാവും. നീ ചവിട്ട്. എല്ലാവർക്കും തൃപ്തിയായല്ലോ. ഇത് സ്റ്റാർട്ട് ആവണമില്ല. മനുഷ്യരെ നാണം കെടുത്താൻ വന്ന് നടു റോഡി വെച്ച ഇടപാട്. എവനെ ഇന്ന് ഞാൻ ഓടി രക്ഷപ്പെടാം. നിന്നെ ഇന്ന് ഞാൻ കൊല്ലും. ആരോ ഒരാൾ അവനെ കൊല്ലുമെന്ന് പറയുന്നു. ഞങ്ങൾ ഫോളോ ചെയ്യണം. അവൻ ചത്താൽ ശരിയാവില്ല. നമ്മുടെ പദ്ധതികളാകെ പാടും. ഫോളോ മീ. അവനെ ഐതിഹാസികമായി രക്ഷപ്പെടുത്തണം. നിന്റെ അളിയൻ ഓട്ടത്തിന് നല്ല കേമന അല്ലേ? ഇതെന്തോന്ന് ഓട്ടം? അളിയനെക്കാട്ടിൽ നല്ല ഓട്ടമല്ലേ ആ തെക്കക്കര ജാനു. അങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ട്. അങ്ങനെ ഒരു വിധം നിന്റെ അളിയന്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ലേശം എനിക്ക് കൊടുത്താ. ഇവരെന്താ ഇവിടെ? നിങ്ങൾ എന്തിനാ ഓടിയത്? അത് ഞങ്ങളെ ഒരു പേപ്പട്ടി ഓടിച്ചതാ അല്ലേ ചിറ്റപ്പ? ഇനി ആ പേപ്പറ്റി ശല്യം ഉണ്ടാവില്ല. അതിന് ഞങ്ങൾ ശരിയാക്കി. ദേ കിടക്കുന്നു ആ പേപ്പറ്റി. നോക്കൂ ചിറ്റപ്പ. അളിയൻ മീനാക്ഷി, എടി മീനാക്ഷി. അച്ഛന് എന്തോ കോള് കിട്ടിയിട്ടുണ്ട്. നേരാ ദേ ഇങ്ങോട്ട് വരുന്നുണ്ട്. എടി എന്നാടി ഇത്? എടി എന്താ ഇതെന്ന്? ഇതൊരു ലെറ്റർ അല്ലേ? ഇതിന്റെ അകത്ത് എന്താന്ന്? അതെനിക്ക് എങ്ങനെ അറിയാനാ? അതിരിക്കുന്ന അച്ഛൻ്റെ കയ്യിലല്ലേ? ഞാനുണ്ടല്ലോ. എടി നിനക്ക് മനസ്സിലായോ? നിന്റെ പുന്നാര മോക്ക് വന്ന ലവ് ലെറ്ററാ ഇത്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇവൾ ഓരോ ദിവസം ക്ലാസ്സിൽ പോകുന്ന ഡ്രസ്സിന്റെ കളർ വരെ വിശദീകരിച്ച് എഴുതിയിരിക്കുക. ആരാടി ആ കോന്തൻ? എനിക്കെങ്ങനെ അറിയാം? അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോടി നിന്റെ പേർക്ക് അവൻ ലെറ്റർ എഴുതിയത്? എന്റെ ലവ് ലെറ്റർ പട്ടാളം പൊക്കി. സത്യം പറയടി, ആരാടി അവൻ? അച്ഛൻ വെറുതെ കിടന്ന് ബഹളം വെക്കണ്ട. ഇതിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. മര്യാദയ്ക്ക് അവളൊരു പണിയെടുത്തോണ്ടിരുന്നതാ. അപ്പോഴാ ഒരു ലെറ്റർ. വെറുതെ പ്രഷർ കൂട്ടാതെ ആരാ അയച്ചെന്ന് പോയി കണ്ടുപിടിക്കേ. നീ പൊടിയാകത്ത്, ഞാൻ കണ്ടുപിടിച്ചോളാം. എന്തായി കാണുമാവോ? ഇന്ന് രാത്രി പട്ടാളത്തിന്റെ കൂർക്കമ്പലി ഉയർന്നു കഴിയുമ്പോൾ ഞാൻ വരും. നിന്റെ ഇതുവരെ തുറക്കാത്ത ജാലകവാതിൽ എനിക്ക് വേണ്ടി നീ തുറക്കില്ലേ പ്രിയേ? തുറക്കോ? തുറക്കാവിടാ, നിനക്ക് ഞാൻ തുറന്നു തരാം. ഞാനാ അച്ഛന്റെ മോൻ. എന്നതാടാ കുരുത്തം കെട്ടവനെ നീ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? ബാക്കിയുള്ളവരുടെ മാനം കളഞ്ഞിട്ടോടാ. എന്താടാ നിനക്ക് ജാനുമായിട്ടുള്ള ബന്ധം? എന്റെ അച്ഛ, എന്റെ ബൈക്ക് അറിയാതെ ആ പെണ്ണുമ്പിള്ളയുടെ ദേഹത്തൊന്നും മുട്ടി. അതിനാ അവര് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അല്ലാതെ അച്ഛൻ വിചാരിക്കുന്ന പോലെ ഒരു വിഷയമല്ല. ആ സ്ത്രീ വന്ന് ബഹളം വെച്ചപ്പോ ഞങ്ങളുടെ തൊലി ഉരിഞ്ഞു പോയടാ. പിന്നെ തൊലി ഉണിഞ്ഞ്. ഇത് അച്ഛൻ രണ്ടെണ്ണം അടിക്കുമ്പോ ഉരിഞ്ഞ തൊലി താനേ വച്ചോളും. എന്തോന്ന് വെച്ചത്? ദേവനാ എങ്ങാണ്ടോ പോയി ഉരുണ്ട് വിണയിച്ചോന്ന് ആവി പിടിക്കുക. ഇതങ്ങ് പിടിപ്പിച്ചേ. അച്ഛാ, എന്നാ ഞാൻ പൊക്കോട്ടെ? നിക്കടാ. ഇതിന് കാശ് വേണ്ട. നീ ഇത് അരയിലോട്ടം കെട്ടിക്കേ. നമ്മൾ മൈക്കാട്ട് മോശം പൂജിച്ചെന്ന് ഏലസാ. അച്ഛാ, ഇത് കണ്ട അച്ഛൻ പൂജിച്ചെന്ന് ഏലസ് കെട്ടി കെട്ടി എനിക്ക് പണ്ടവേറ് പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയായി. ഇതിലും ഭേദം എന്നെ വല്ല അമ്പലത്തിലും കൊണ്ടുപോയി നടക്കിരുത്തിയാ പോരെ. അങ്ങോട്ട് കെട്ടടാ. ആൾക്കാരെ മുമ്പ് ഇറങ്ങി നടക്കാൻ വയ്യ. കിലുകിലാന്ന് ശബ്ദം. പിന്നെ നീ ഒരു കാര്യം അറിഞ്ഞോ? മീനാക്ഷിയുടെ കല്യാണം ഉറപ്പിക്കാൻ പോവാ.
എടാ നീ ഇങ്ങനെ മാട് കാടി കുടിക്കുന്ന പോലെ കുടിച്ചിട്ട് എന്താ കാര്യം? വേണ്ടാത്ത മോഹങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കരുതെന്ന് ചിറ്റപ്പൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? മതി കുടിച്ചത്. സിപ്പ് സിപ്പായിട്ട് കുടിക്കറ, വെള്ളം ചേർക്കണ്ട. കുടിക്കട്ടെ, അവൻ വയറ് നിറച്ചു കുടിക്കട്ടെ. മുറപ്പെണ്ണ് നഷ്ടപ്പെട്ട വേദന ഒരുപാട് അനുഭവിച്ചവനാണ് ഈ ഞാൻ. അതെന്താ? എന്റെ കല്യാണത്തിന്റെ തലേന്ന് പ്രതിസുത വധുവായ മുറപ്പെണ്ണ് കറവക്കാരൻ ഗോപാലന്റെ കൂടെ ഒളിച്ചോടി പോയി. നിന്റെ പെങ്ങളാണ് ഒളിച്ചോടിയത്? അന്നുവരെ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത ഞാൻ പിന്നീട് മധ്യമഹാസമുദ്രത്തിൽ ആറാടുകയായിരുന്നു. ദൈവം മദ്യപിക്കുന്നവരുടെ കൂടെയാടാ. നീ കേട്ടിട്ടില്ലേ, കാലടിയിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി മാറ്റിയവനാണ് യേശുക്രിസ്തു. കാലടിയിലെ കല്യാണ? ഈ അങ്കമാലിക്ക് അടുത്തുള്ള കാലടിയാ അല്ലേ? എടാ കാലടിയിലെ കല്യാണല്ല, കാനായിലെ കല്യാണം. എവിടത്തെ കല്യാണെങ്കിലാവട്ടെ, വെള്ളം വീഞ്ഞാക്കി മാറ്റിയല്ലോ. എന്തുകൊണ്ട് സർവത്താക്കി മാറ്റിയില്ല? What are the changes of water to liquid wine, not sherbet? എന്താ, മദ്യത്തിന് അതിന്റേതായ ശക്തിയുണ്ട്. നീ കഴിക്ക്. ഇത്രയും ബുദ്ധിയുള്ള ഒരാൾ ഇംഗ്ലീഷിൽ പറയുമ്പോ നിനക്കത് അനുസരിച്ചൂടെ? വെറുതെ അങ്ങനെ ഒരാള് താടിയുമ്പോ ചെറിയൊരു താടി വെച്ച് നടക്കൂ. ഓ ബോസ്, ഇത്രയും വലിയ ബുദ്ധിരാക്ഷത്തിനാണ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു ചെറുത് ഇത് നിന്റെ അണ്ണാക്കിലേക്ക് ഒഴിക്കാൻ വാങ്ങിച്ചതല്ല. ഇവനെ ടെൻഷൻ അടുപ്പിച്ച് കുടിപ്പിച്ച് ബോധം കെടുത്തി കടത്തിക്കൊണ്ടുപോകാൻ വാങ്ങിച്ചതാ. ഒരു പോർല് പോലും ഏൽപ്പിക്കാതെ കൊണ്ടു ചെല്ലുമെന്നല്ലേ മുതലാളി പറഞ്ഞത്. ഓ സോറി ബോസ്, ഞാനത് മറന്നുപോയി. വെരി ഗുഡ്. ബോസെ വെള്ളം ഒഴിക്കും, അല്ലെങ്കിൽ ചത്തു. ഒന്നും സംഭവിക്കില്ല. മോനെ അനിയ, അളിയനത് കഴിച്ചാട്ടെ. നിന്റെ മനസ്സൊന്ന് ശാന്തമാവട്ടെ. കഴിക്കേ. കുറച്ചുള്ളൂ, ബാക്കി എല്ലാം വെള്ളമാ. എന്റെ മീനാക്ഷി, ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അങ്ങനെ നമ്മുടെ ഓപ്പറേഷൻ സക്സസ് ആയി. ഇനി ഒരു ചെറുത് ബോസ്. ഓൺലി 65 ml. എന്റെ മീനാക്ഷി, മീനാക്ഷി, എനിക്ക് അവളെ കാണണം. ഓക്കെ. അവന് പാതിരാത്രിക്ക് അങ്ങാട് പോണ്. അവന് നമ്മുടെ നീക്കങ്ങൾ മനസ്സിലാക്കി എസ്കേപ്പ് ചെയ്യാനുള്ള പരിപാടിയാ. വിട്ടരുതവനെ. ഫോളോ മീ. വാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കുടിക്കണ്ടെന്ന്. ഞാനത് 90 കഴിച്ചോളൂ. എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം. ബ്ലഡി ഫൂൾ. മിസ്റ്റർ ബ്രൂണോ, എന്നാലും അവൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്? കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ നമ്മ പോണത്. ഓഹോ.